വയനാട് കുറുവാദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച പാക്കം സ്വദേശിയായിട്ടുള്ള പോൾ അല്പസമയത്തിന് മുമ്പ് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെയായിരുന്നു കുറുവാദ്വീപിലെ VSS ജീവനക്കാരനായിട്ടുള്ള പാക്കം സ്വദേശിയായിട്ടുള്ള പോളിനെ കാട്ടാന ആക്രമിച്ചത്. ഇദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോയ സമയത്ത് കാട്ടാനക്കൂട്ടത്തെ കാണുകയും ആ സമയത്ത് കാട്ടാനയെ തുരത്താൻ വേണ്ടി ഇദ്ദേഹം കാട്ടാനകളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിലൊരു കാട്ടാന അദ്ദേഹത്തെ ചവിട്ടുകയായിരുന്നു ഉണ്ടായത്. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ബഹളം വെച്ചത് മൂലം അടുത്തുള്ള ആളുകളെത്തി അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനിച്ചത്. ആ സമയത്ത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ റോഡ് വഴി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു. ആ സമയത്ത് റോഡ് വഴി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഗുരുതരമാവുകയും കൽപ്പറ്റയിലെ ആശുപത്രിയിൽ ഏകദേശം 20 മിനിറ്റോളം ഇടയ്ക്ക് വെച്ച് കൽപ്പറ്റയിലെ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് കോഴിക്കോടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് തന്നെ സർക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റോഡടക്കമുള്ള സംവിധാനങ്ങൾ മറ്റു വാഹനങ്ങളെല്ലാം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി ഒരുക്കണം എന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചാരണം ഉണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി നടക്കുകയും ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ച സമയം തന്നെ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഇവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിയോടെ പോസ്റ്റ്മോർട്ടം ഉണ്ടായേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ പുൽപ്പള്ളി പോലീസ് മാനന്തവാടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നാളെ വ്യാപകമായി തുടർന്നു വരുന്ന കാട്ടാന വന്യമൃഗ ശല്യങ്ങൾ മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഒരാഴ്ചക്കിടെ 2ാമത്തെ മനുഷ്യജീവനാണ് നഷ്ടപ്പെടുന്നതെന്നും ഉയർത്തി കാണിച്ച് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം, സർക്കാർ പരാജയമാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ പരക്കെ എന്നാണ് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദാരുണമായി കൊല്ലപ്പെട്ട ഈ VSS ജീവനക്കാരനായിട്ടുള്ള പോളിന്റെ മൃതദേഹത്തോടൊപ്പം വനം വകുപ്പ് ജീവനക്കാർ ഈ വണ്ടിയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വിദഗ്ധ ചികിത്സയും ഏത് തരത്തിലുള്ള ചികിത്സയും സർജറിയും എല്ലാം തന്നെ അദ്ദേഹത്തിന് നൽകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആന ചവിട്ടിയത് മൂലം അദ്ദേഹത്തിൻ്റെ വാരിയല്ലടക്കം ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് മുഴുവനായിട്ടും വലിയ തോതിലുള്ള പരിക്കുകൾ ഏറ്റിരുന്നു. അതുമൂലം ഉണ്ടായിട്ടുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഡോക്ടർമാർ അനുമാനിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തുതന്നെയായാലും വലിയൊരു നിർഭാഗ്യകരമായ സംഭവം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു.